നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അന്നാവുമ്പോ നന്നായിട്ട് ആഘോഷിക്കാന്നായിരിക്കും സേതുവേട്ടന്റെ വിചാരം. എന്നാ ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല, പറഞ്ഞേക്കാം. അയ്യോ ഞാനില്ലേ. ആംഗ്ലേ മോളെ നോക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അങ്കിൾ. അങ്കിളിന് സുഖാണോ? സുമോളെ, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അജയനും പ്രസീതും വീണ്ടും കൊണ്ട് ചേക്കേറിയിട്ടുണ്ട്. അറിഞ്ഞു അങ്കിൾ. ഞാൻ എന്തു പറയാനാ? അവരവിടെ ഉള്ള സ്ഥിതിക്ക് ഇനി എന്നെ അവിടേക്ക് വിടില്ല അങ്കിൾ. ഈ അവസ്ഥയിൽ മോളിങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അറിയാലോ, ഒരിക്കൽ സംഭവിച്ചതിന്റെ ആഘാതം മോളുടെന്നല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആന്റി ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അങ്കിൾ. ഞാനായിട്ട് ആന്റിക്ക് ഒരു തടസ്സം ഉണ്ടാക്കില്ല. ജയയുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മോളെ. എന്തു വന്നാലും ആന്റിയോട് പിണങ്ങാനും വഴക്കിടാനും ഒന്നും പോരുതെന്ന് അങ്കിള് സൂര്യയോടൊന്ന് പറയണം. സൂര്യയുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊക്കെ സംഭവിച്ചാ ആന്റിക്കത് പ്രയാസവും. ജയ ഇത്രയൊക്കെ കാണിച്ചിട്ടും മോൾക്ക് അവളോട് ഒരു വെറുപ്പം തോന്നുന്നില്ലേ? അതെങ്ങനെ വെറുക്കും അങ്കിൾ? അങ്ങനെയാണെങ്കിൽ എന്നേ എനിക്കത് ആവാമായിരുന്നു. ഇന്നും എനിക്ക് ആന്റിയോട് ബഹുമാനേ ഉള്ളൂ. പിന്നെ അഭിപ്രായ വ്യത്യാസം, അത് പറയേണ്ടി വന്നാ എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇവിടെ ഞാനൊന്നും പറയുന്നില്ല മോളെ. നിനക്ക് പകരമായിട്ട് നീ മാത്രമേ ഉള്ളൂ. വീണ്ടും ജയ പഴയ അവസ്ഥയിലേക്ക് പോവാതിരുന്നാ മതിയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്കിൾ. പിന്നെ അങ്കിളും കൂടി ഒന്ന് മാനസിക ശ്രദ്ധിച്ചോണം. പാവം, ഇപ്പൊ അവളാ ശരിക്കും പെട്ടിരിക്കുന്നത്. സൂര്യ എവിടെ അങ്കിൾ? അവൻ റൂമിലുണ്ടാവും. ശരിക്കും അവൻ ദേഷ്യത്തില. പിന്നെ എന്നെ കരുതിയിട്ട് പ്രതികരിക്കുന്നില്ലെന്നുള്ളൂ. ഞാനിപ്പോ അവിടെ വന്നാ